ഒരു എക്കോണമിയിലെ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. 4 പ്രധാനപ്പെട്ട പ്രോബ്ലംസിനെ നമ്മൾ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ എക്കണോമിക് സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അതായത് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് an economic system refers to the sum total of arrangement for the production and distribution of goods and services in a society. അതായത് ഒരു സൊസൈറ്റിയിലെ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുള്ള മൊത്തം അറേഞ്ച്മെന്റിനെ കുറിച്ചാണ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതില് പ്രധാനമായിട്ടും ഇൻഡിവിജ്വൽസിന്റെയും എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ എക്കണോമീസ് എന്ന് പറയുന്നത്, ഇപ്പൊ എക്കണോമിക് സിസ്റ്റം പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അറിയേണ്ടത് നമ്മുടെ എക്കണോമീസ് ഏതൊക്കെ തരത്തിലുള്ള എക്കണോമീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നോക്കാം എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക്സ് എന്നുള്ളത്. ഓക്കെ, ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്, അതായത് എക്കണോമീസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 രീതിയിലാണ് ഉണ്ടാവുന്നത്. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, 2 സോഷ്യലിസ്റ്റ് എക്കണോമി, 3 മിക്സഡ് എക്കോണമി. ഓക്കെ, അപ്പോ ഒരു എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു എക്കോണമിയാണ്, ചൈന എന്ന് പറയുന്നത് ഒരു എക്കോണമിയാണ്, അമേരിക്ക എന്ന് പറയുന്നത് ഒരു എക്കോണമിയാണ്, അല്ലെ, ജപ്പാൻ എന്ന് പറയുന്നത് ഒരു എക്കോണമിയാണ്. അപ്പോ ഈ എക്കണോമികളെല്ലാം എങ്ങനെ ആയിരിക്കാം? ഒന്നില്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഇക്കോണമി ആയിരിക്കാം, അല്ലെങ്കിൽ മിക്സഡ് ഇക്കോണമിയോ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമീസ്: ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, സോഷ്യലിസ്റ്റ് എക്കോണമി, അതേപോലെ തന്നെ മിക്സഡ് ഇക്കോണമി. ഇനി നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി. ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി എന്ന് പറയുമ്പോൾ ഫ്രീ മാർക്കറ്റ് എക്കോണമി എന്നോ അല്ലെങ്കിൽ ലേസസ് ഫെയർ എക്കോണമിയോ എന്നോ പേരിലോ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ ലേസസ് ഫെയർ എക്കോണമി എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ഇനി എങ്ങനെയുള്ള ഒരു എക്കോണമിയാണ് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത് നോക്കാം. It is an economic system in which all means of production owned and controlled by private individuals for profit. അതായത് ഇത്തരത്തിലുള്ള ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം പോലെയുള്ള എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ തരത്തിലും, അതായത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് ആര് മാത്രമാണ്? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് മാത്രമാണ്. ഓക്കെ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് ആകെയുള്ള ഒരു അവരുടെ എയിം എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി പ്രൊഡക്ഷൻ മൊത്തം കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എക്കണോമിക് സിസ്റ്റത്തെയാണ് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, അല്ലെ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഫോർ പ്രോഫിറ്റ്, അല്ലെ, പ്രോഫിറ്റ്, അതായത് ലാഭം എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ പ്രൊഡക്ഷനെ മൊത്തം കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എക്കണോമിക് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ഉള്ളത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനാണ്, അതായത് വ്യക്തികൾക്കാണ്. ഓക്കെ, ഈ ഒരു എക്കണോമിയിൽ ഒരിക്കലും ഗവൺമെന്റിന് ഒരു തരത്തിലുള്ള റോളും ഉണ്ടായിരിക്കില്ല. അതായത് ഗവൺമെന്റിന് ലിമിറ്റഡ് റോള് മാത്രമേ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ഉണ്ടാകുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് എല്ലാ തരത്തിലുള്ള കൺട്രോളും ഉണ്ടായിരിക്കും. പ്രൊഡക്ഷൻ ആണെങ്കിലും എത്ര പ്രൊഡക്ഷൻ വേണം, എങ്ങനെ പ്രൊഡക്ഷൻ വേണം, എത്ര വേണം, അങ്ങനെ ഫുൾ കൺട്രോള് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ ബേസിലായിരിക്കും. ഓക്കെ, എന്നാൽ ഇവിടെ ഗവൺമെന്റിന് ലിമിറ്റഡ് റോള് മാത്രമേ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഓക്കെ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, യുണൈറ്റഡ് കിങ്ഡം, ഹോങ്കോങ്, സൗത്ത് കൊറിയ, ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണ് പറയുന്നത്.
ഓക്കെ, കാരണം അവിടെ ഗവൺമെന്റ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആരാണ് ഉണ്ടാവുന്നത്? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനാണ് എല്ലാ കൺട്രോളും ആ എക്കോണമിയിൽ ഉണ്ടായിരിക്കുക. ഉദാഹരണം അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങളാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിക്ക് ഉദാഹരണം പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മാർക്കറ്റ് ഫോമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതായത് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, എന്തൊക്കെയാണ് ഈ ഒരു മാർക്കറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി. Factors of production such as land, factories, machines, etc. can be under private ownership. അതായത് റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കാണ് ഇവിടെ എന്തുള്ളത്? റൈറ്റ്, അല്ലെ? അവകാശം എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതായത് ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുത്തുന്ന എല്ലാ തരത്തിലുള്ള ഫാക്ടേഴ്സിനെയും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലെ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർ, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. കൂടാതെ ഫാക്ടറീസ് ഉണ്ട്, മെഷീൻസ് ഉണ്ട്, അല്ലെ? ഇതിലെല്ലാറ്റിന്റെയും പ്രൈവറ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് ആർക്കാണ്? ഇവിടെ പ്രൈവറ്റേഴ്സിനാണ്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനാണ്. ഓക്കെ, ഗവൺമെന്റ് മേ ഹൗഎവർ പുട്ട് സം റെസ്ട്രിക്ഷൻസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ സൊസൈറ്റി ഇൻ ജനറൽ. അതായത് ഇപ്പൊ ഗവൺമെന്റ് ഉണ്ടായിരിക്കും, ഏതൊരു സൊസൈറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു എക്കോണമി ആണെങ്കിലും അവിടെ എന്തുണ്ടായിരിക്കും? ഗവൺമെന്റ് ഉണ്ടായിരിക്കും. പക്ഷെ ആ ഗവൺമെന്റിന് എന്തിനുള്ള റോള് മാത്രമേ ഉള്ളൂ? ദ ഗവൺമെന്റ് മേ ഹൗഎവർ പുട്ട് സം റെസ്ട്രിക്ഷൻസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ സൊസൈറ്റി ഇൻ ജനറൽ. അതായത് ജനറൽ ആയിട്ട് സൊസൈറ്റിക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ മാത്രം ചില തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ മാത്രമേ ഗവൺമെന്റിന് കഴിയുള്ളൂ. ഓക്കെ, എന്നാൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത് പ്രൈവറ്റിന്റെ കയ്യിൽ മാത്രമായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സച്ച് ആസ് ലാൻഡ്, ഫാക്ടറി, മെഷീൻസ്. അപ്പൊ പ്രൈവറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാൻഡും ഫാക്ടറിയും മെഷീൻസും ഒക്കെ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ അവകാശം എന്ന് പറയുന്നത് പ്രൈവറ്റ് ഓണർഷിപ്പിനായിരിക്കും. ഗവൺമെന്റിന് എന്താണ് ഇവിടെ ഇടപെടുന്നതിന് പല റെസ്ട്രിക്ഷൻസും ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ഫ്രീഡം ഓഫ് എന്റർപ്രൈസ്. ഫ്രീഡം ഓഫ് എന്റർപ്രൈസ് എന്ന് പറയുമ്പോൾ കൺസ്യൂമർ, പ്രൊഡ്യൂസർ ഓർ റിസോഴ്സ് ഓണർ ഈസ് ടു ഫ്രീ ടു എൻഗേജ് ഇൻ എനി ടൈപ്പ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. ഓക്കെ, അതായത് ഫ്രീഡം ഓഫ് എന്റർപ്രൈസ്, അതായത് ഇവിടെ എന്റർപ്രൈസുകൾക്ക് വളരെയധികം സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. അതായത് കൺസ്യൂമർ, പ്രൊഡ്യൂസർ ഓർ റിസോഴ്സ് ഓണർ ഈസ് ഫ്രീ ടു എൻഗേജ്. ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിലും ഒരു റിസോഴ്സ് ഓണർ ആണെന്നുണ്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസറും റിസോഴ്സ് ഓണറും കൺസ്യൂമറും ഒക്കെ എല്ലാവർക്കും എന്താണ്? ഫ്രീഡം ഉണ്ട്. ഒരു കൺസ്യൂമർ ആണെങ്കിലും ഫ്രീഡം ഉണ്ടായിരിക്കും, പ്രൊഡ്യൂസർ ആണെങ്കിലും റിസോഴ്സ് ഓണർ ആണെങ്കിലും എന്താണെങ്കിലും എക്കണോമിക് ആക്ടിവിറ്റി, എന്തെങ്കിലും തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഫ്രീഡം എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ഫ്രീഡം ഓഫ് എക്കണോമിക് ചോയ്സ്. അതായത് ഇവിടെ എക്കണോമിക് ചോയ്സ്, അല്ലെ? അതായത് എക്കണോമിക് ചോയ്സുകൾ സെലക്ട് ചെയ്യാൻ. ഇപ്പോ നമുക്കറിയാം ലിമിറ്റഡ് റിസോഴ്സ് ഉള്ളൂ, അൺലിമിറ്റഡ് വാണ്ട്സ് ഉണ്ട്, അല്ലെ? അപ്പൊ അവിടെ മുന്നിലേക്ക് വരും ഒരുപാട് ചോയ്സുകൾ വരും, അല്ലെ? അപ്പൊ എക്കണോമിക് ചോയ്സുകളിൽ എന്ത് വേണം തിരഞ്ഞെടുക്കാൻ എന്നുള്ളത് അതിനുള്ള ഭയങ്കര സ്വാതന്ത്ര്യം ഈ ഒരു മാർക്കറ്റിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. All individuals are free to make their economic choices regarding consumption, work, production, exchange, etc. ഇനി എല്ലാ ഇൻഡിവിജ്വൽസും ഫ്രീ ആയിട്ട്, അല്ലെ, എക്കണോമിക് ചോയ്സുകൾ ഏത് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യും. ഓക്കെ, എല്ലാ ഇൻഡിവിജ്വൽസും
എക്കണോമിക് ചോയ്സുകൾ ഏതൊക്കെയാണ് വേണ്ടത് ഫ്രീ ആയിട്ട് അവർ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു അല്ലെ. അതായത് കൺസംഷനുമായി ബന്ധപ്പെട്ടോ, വർക്കുമായി ബന്ധപ്പെട്ടോ, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടോ, എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടോ ഉള്ള ചോയ്സ് ഏതൊക്കെ വേണം എന്നുള്ളത് സ്വതന്ത്രമായി തീരുമാനിക്കാനുള്ള അവകാശം ഇവിടെ എല്ലാ ഇൻഡിവിജ്വൽസിനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നാലാമത്തെ പറയുന്നത് പ്രൈവറ്റ് മോട്ടീവ്. പ്രോഫിറ്റ് മോട്ടീവ്. പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഏതൊരു ബിസിനസ്സുകാരന്റെയും എന്താ പറയാ ഏറ്റവും വലിയൊരു എയിം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് പറയാം പ്രോഫിറ്റ് തന്നെയാണ് ഇവിടുത്തെ മോട്ടീവ് എന്ന് പറയുന്നത്. It is the driving force in a free enterprise economy and direct all economic activities. ഇപ്പൊ ഏത് എക്കണോമിക് ആക്ടിവിറ്റീസ് ഡയറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഫ്രീ എന്റർപ്രൈസിനെ ഫോഴ്സ് ചെയ്തുകൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൈവറ്റ് മോട്ടീവ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ 4 പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി അഞ്ചാമത്തെ വരുന്നത് കൺസ്യൂമർ സോവർണിറ്റി അല്ലെ. എന്താണ് ഈ കൺസ്യൂമർ സോവർണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൺസ്യൂമേഴ്സിനാണ് എന്തുള്ളത്? പരമാധികാരം എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് അണ്ടർ ക്യാപിറ്റലിസം കൺസ്യൂമർ ഈസ് എ കിങ് അല്ലെ. അതായത് ക്യാപിറ്റലിസം പ്രകാരം എന്താണ് ഇവിടെ? കൺസ്യൂമർ എന്ന് പറയുന്നത് കിങ്ങും അല്ലെ. അതേപോലെ തന്നെ buyers ultimately determine which goods and services will be produced and in what quantities. അതായത് കൺസ്യൂമർ ക്യാപിറ്റലിസത്തിൽ കൺസ്യൂമർ ആണ് കിങ് എന്ന് പറയുന്നു. കാരണം എന്താ? കാരണം എന്തുകൊണ്ട്? ഒരു കൺസ്യൂമർ ആണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഏത് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പോ നമ്മൾ പറയണത് എന്താണ്? കൺസ്യൂമർ സോവർണിറ്റി ആണ് അല്ലെ. കൺസ്യൂമർ സോവർണിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാപിറ്റലിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? കൺസ്യൂമർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അണ്ടർ ക്യാപിറ്റലിസം കൺസ്യൂമർ ഈസ് കിങ് ആൻഡ് ബയേഴ്സ് ultimately determine which goods and service will be produced and in what quantities, and thus producers produce mainly those goods and service. അതായത് ഇപ്പൊ ക്യാപിറ്റലിസത്തിൽ എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കൺസ്യൂമർ ആണ് എന്തായിട്ട് വരുന്നത്? രാജാവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ രാജാവ് എന്ന് പറയുമ്പോ എന്താണ്? രാജാവ് എന്താ ചെയ്യാ? ഓർഡർ ചെയ്യും അല്ലെ. അതേപോലെ തന്നെ ഇവിടെ ബയേഴ്സ് ആണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഏത് തരത്തിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരായിരിക്കും? ബയേഴ്സ് ആയിരിക്കും. ഓക്കെ, ബയേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ആയിരിക്കും എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസ് എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, അത് എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. കാരണം എന്താ? പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് മെയിൻലി ദോസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പൊ ഒരു കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ കൺസ്യൂമറിന് എന്താണോ ആവശ്യമുള്ളത് അല്ലെ, കൺസ്യൂമേഴ്സിന് എന്താണോ ആവശ്യമുള്ളത് അതായിരിക്കും എന്ത് ചെയ്യുന്നത്? ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അതായത് കൺസ്യൂമേഴ്സിന്റെ അല്ലെങ്കിൽ കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഒരു കൺസ്യൂമർക്ക് ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ അല്ലെ. അപ്പോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ഇവിടെ കൺസ്യൂമർ എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജാവിന്റെ രൂപത്തിലാണ്. കാരണം കൺസ്യൂമേഴ്സിന് എന്താണ് എത്ര ഗുഡ്സ് ആൻഡ് സർവീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി പറയുന്നത് എഫ് അല്ലെ. അതായത് അടുത്ത പോയിന്റിൽ പറയുന്നത് കോമ്പറ്റീഷനെ കുറിച്ചാണ്. കോമ്പറ്റീഷനിൽ എന്താ പറയുന്നത്? It is most important feature of capitalist economy and brings out the best among buyers and sellers and result in efficient use of resources. അതായത് ഇവിടെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അതായത് മത്സരങ്ങളാണ് അല്ലെ. അതായത് ഈ ഒരു ധാരാളം പ്രൈവറ്റ് ഫേമുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓണർഷിപ്പുകൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ എല്ലാവരുടെയും മോട്ടീവ് പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് ഉണ്ടാവും? കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്
മത്സരങ്ങൾ എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയിൽ വളരെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ, അതായത് ഇവിടെ എല്ലാവരുടെയും എയിം എന്താണ്, മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതായിരിക്കും അല്ലെ. അതേപോലെ ഒരുപാട് സ്ഥാപനങ്ങളും ഉണ്ടായിരിക്കും. അപ്പോ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി ആണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. കാരണം എന്താ, ആൻഡ് ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് എമംഗ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആൻഡ് റിസൾട്ട് ഇൻ എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സ്. ബയേഴ്സ് ആണെന്നുണ്ടെങ്കിലും സെല്ലേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒക്കെ എന്താണ്, അതിന്റെ ഒക്കെ റിസൾട്ട് എന്തായിരിക്കും, ഇഫ് റിസോഴ്സുകൾ മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ബയേഴ്സ് ആയാലും സെല്ലേഴ്സ് ആണെന്നുണ്ടെങ്കിലും രണ്ടുപേരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കോമ്പറ്റീഷൻ, മത്സരം എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ആബ്സെൻസ് ഓഫ് ഗവൺമെന്റ് ഇന്റർഫറൻസ്. അതായത് ഈ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, വളരെയധികം ആബ്സെൻസ് ആയിരിക്കും അല്ലെ, അതായത് കുറവായിരിക്കും. എങ്ങനെയാണ്, അതായത് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലെ എല്ലാ ഡിസിഷൻസും എല്ലാ ആക്ടിവിറ്റീസും ഗൈഡ് ചെയ്യുന്നത് ആരാണ്, സെൽഫ് ഇൻട്രസ്റ്റും പ്രൈസ് മെക്കാനിസവും ആണ്. ഓക്കെ, സെൽഫ് ഇൻട്രസ്റ്റ് അതായത് സ്വയമാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പൊ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ എക്കണോമിയിലെ ഡിസിഷൻസും ആക്ടിവിറ്റീസും ഒക്കെ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അല്ലാതെ ഗവൺമെന്റിന് എന്തിനില്ല ഇടപെടാനുള്ള സാഹചര്യം ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ പ്രൈസ് മെക്കാനിസം വിച്ച് ഓപ്പറേറ്റ് വിത്തൗട്ട് എനി കൺട്രോൾ ബൈ ദി ഗവൺമെന്റ് അതോറിറ്റീസ്. ഇപ്പോ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റുകളുടെ ഒക്കെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രൈസ് മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ഗവൺമെന്റ് അതോറിറ്റിയുടെ യാതൊരു തരത്തിലുള്ള കൺട്രോളും ഇവിടെ ഉണ്ടാകില്ല. പ്രൈസ് മെക്കാനിസത്തിന്റെ ഫുൾ കൺട്രോൾ ആരുടെ കയ്യിൽ തന്നെ ആയിരിക്കും, പ്രൈവറ്റേഴ്സിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും. ഗവൺമെന്റിന് വില കൂട്ടിയാലും വില കുറച്ചാലും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇടപെടാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഓക്കെ, മനസ്സിലായോ? അപ്പോ ആബ്സെൻസ് ഓഫ് ഗവൺമെന്റ് ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഇത്ര നേരം പറഞ്ഞത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആണ് പറഞ്ഞത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. അതിൽ ഒന്നാമത്തത് റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഫ്രീഡം ഓഫ് എന്റർപ്രൈസസ്, ഫ്രീഡം ഓഫ് എക്കണോമിക് ചോയ്സ്, പ്രോഫിറ്റ് മോട്ടീവ്, കൺസ്യൂമർ സോവറിനിറ്റി, കോമ്പറ്റീഷൻ, ആബ്സെൻസ് ഓഫ് ഗവൺമെന്റ് ഇന്റർഫിയറൻസ്. ഓക്കെ, ഇത്രയും ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയുടെ എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സിൽ പെടുന്നു. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്, എങ്ങനെയാ, ഹൗ ഡു ക്യാപിറ്റലിസ്റ്റ് എക്കണോമി സോൾവ് ദയർ സെൻട്രൽ പ്രോബ്ലംസ്. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ഉണ്ടാകുന്ന സെൻട്രൽ പ്രോബ്ലംസ് എങ്ങനെയെല്ലാം സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ഒന്നാമത്തെ പോയിന്റില്, സച്ച് ആൻ എക്കണോമി യൂസസ് ഇംപേഴ്സണൽ ഫോഴ്സസ് ഓഫ് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓർ ദി പ്രൈസ് മെക്കാനിസം ടു സോൾവ് ഇറ്റ്സ് സെൻട്രൽ പ്രോബ്ലംസ്. ഇപ്പൊ ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലുള്ള സെൻട്രൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത് യൂസ് ചെയ്യും. ഓക്കെ, പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുന്നതിന്റെ സപ്ലൈ എന്ന് പറയുന്നതോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് തരത്തിലുള്ള ഫോഴ്സുകൾ എക്കണോമിയിൽ കാണാൻ കഴിയും. അപ്പൊ ഈ രണ്ട് ഫോഴ്സുകൾ, മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നതും മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുന്ന ഈ രണ്ട് ഫോഴ്സസും എങ്ങനെയാണ് എക്കണോമിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, നമുക്ക് സെൻട്രൽ പ്രോബ്ലംസ് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ പ്രൈസ് മെക്കാനിസം, അതായത് ഇപ്പൊ ഒരു പ്രൊഡക്റ്റിന് പ്രൈസ്, ഇപ്പൊ ഒരു കമ്പനികൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് തരത്തിലുള്ള കമ്പനികൾ ഉണ്ടായിരിക്കും അല്ലെ, അവര് തമ്മിൽ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അതിലെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് ആണ് അല്ലെ. അപ്പൊ ആ പ്രൈസ് എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, വളരെ ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ഇവിടെ പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്, പ്രൈസ് മെക്കാനിസത്തിലൂടെ, അതായത് മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈയും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റിലെ ഡിമാൻഡും അതേപോലെ തന്നെ സപ്ലൈ എന്ന് പറയുന്ന രണ്ട് ഫോഴ്സുകൾ
യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അങ്ങനെ പ്രൈസ് മെക്കാനിസം, മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും പോലെയുള്ള ഫോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് പ്രൈസ് മെക്കാനിസത്തിലൂടെ സെൻട്രൽ പ്രോബ്ലംസ് എല്ലാം എക്കണോമിയിൽ എന്ത് ചെയ്യും, സോൾവ് ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഡിസൈഡിങ് വാട്ട് ടു പ്രൊഡ്യൂസ്. അതായത് നമ്മൾ ഇനി ഡിസൈഡ് ചെയ്യേണ്ടത് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു എക്കണോമിക് പ്രോബ്ലം ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 4 പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെയാണ് എന്ത്, വാട്ട് ടു പ്രൊഡ്യൂസ്. അപ്പൊ നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യണം, എന്താണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. The aim of an entrepreneur is to earn as much profit as possible. അതായത് ഒരു എന്റർപ്രണറുടെ ആവശ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രോഫിറ്റ് മാക്സിമം ഏൺ ചെയ്യുക എന്നുള്ളതായിരിക്കും അല്ലെ. അപ്പൊ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്, കൺസ്യൂമേഴ്സ് ആണ് അല്ലെ. Who show their preference by spending on goods which they want. അതായത് കൺസ്യൂമറിന്റെ ആവശ്യം എന്താണ്, കൺസ്യൂമറിന്റെ ആവശ്യപ്രകാരം ആരാണോ പ്രൊഡക്റ്റ് തരുന്നത് അല്ലെ, ഒരു കൺസ്യൂമറിന്റെ ആവശ്യപ്രകാരം ആരാണോ അല്ലെങ്കിൽ കൺസ്യൂമറിന്റെ പ്രിഫറൻസ് ആരാണോ കൊടുക്കുന്നത് അവരുടെ കയ്യിൽ നിന്നും അവർ എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് മേടിക്കും അല്ലെ. അപ്പൊ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഡിസൈഡഡ് ബൈ കൺസ്യൂമേഴ്സ് അല്ലെ. ഡിസൈഡഡ് ബൈ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, who show their preferences by spending on goods അല്ലെ. അതായത് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിന്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത് കാണിക്കുന്നത് ആരാണ്, കൺസ്യൂമേഴ്സ് ആണ്. അപ്പൊ കൺസ്യൂമേഴ്സ് ആണ് ഇവിടെ എന്ത് തീരുമാനിക്കുന്നത്, എന്താണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇനിയോ, അപ്പൊ കൺസ്യൂമേഴ്സ് തീരുമാനിച്ചു എന്ത് വേണം എന്നുള്ളത്, കൺസ്യൂമറിന്റെ അഭിപ്രായ പ്രകാരം തീരുമാനിച്ചു. ഡിസൈഡിങ് ഹൗ ടു പ്രൊഡ്യൂസ്. ഇനി ഇത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ഒരു സെൻട്രൽ പ്രോബ്ലം വരുന്നത് അല്ലെ. എന്താണ് ഇവിടുത്തെ പ്രോബ്ലം, സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളത് അല്ലെ. ദ പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഹെൽപ്പ് ഇൻ ഡിസൈഡിങ് ഹൗ ടു പ്രൊഡ്യൂസ്. അപ്പൊ ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളതിന് പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡക്ഷൻ ഫാക്ടറിൽ വരുന്ന പ്രൈസ് ആണ്. ഓക്കെ, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഹെൽപ്പ് ഇൻ ഡിസൈഡിങ് ഹൗ ടു പ്രൊഡ്യൂസ്. ഹൗ ടു പ്രൊഡ്യൂസ് അതായത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ പ്രൈസിനനുസരിച്ചിട്ടാണ്. അപ്പൊ അതെങ്ങനെ പറയാം, അതായത് ഇപ്പൊ നമ്മൾ ലേബറിനെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ലേബർ കോസ്റ്റ് കൂടുതലാണോ കുറവാണോ നോക്കണം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ മെഷീൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിലോ, മെഷീൻ ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത് എങ്കിലോ അപ്പോഴും നമ്മൾ നോക്കണം എന്ത്, ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എത്ര വേണം എന്നുള്ളത്. അതായത് ഇപ്പോ ലേബർ ആണെന്നുണ്ടെങ്കിൽ ഹൈ കോസ്റ്റ് ആണോ നോക്കണം, മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ആ മെഷീന് ഹൈ കോസ്റ്റ് വരുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പൊ അത് നോക്കിയിട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ പ്രൈസ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതുമാണ്. ഓക്കെ, ഇനി നാലാമത്തത് വരുന്നത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അതായത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഗുഡ്സ് ആൻഡ് സർവീസ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, ബയ്യിങ് കപ്പാസിറ്റിയുടെ ബേസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആർക്ക് വേണ്ടിയിട്ടാണ്, ബയർ കപ്പാസിറ്റിയുടെ ബേസിലാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹയർ ദ ഇൻകം ഹയർ വിൽ ബി ഹിസ് ബൈയിങ് കപ്പാസിറ്റി. അതായത് ഇപ്പൊ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലുള്ള വ്യക്തികൾക്ക് ഹയർ ഇൻകം ആണ് കിട്ടുന്നത് എങ്കിൽ ഹയർ ഇൻകത്തിന് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും അല്ലെ. ഇനിയോ ലോ ഇൻകം ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ലോ ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ്, കുറഞ്ഞ വരുമാനം മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, ലോവർ ഡിമാൻഡ് ആയിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, ലോവർ ഡിമാൻഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഡിസൈഡിങ് അബൌട്ട് സേവിങ്. കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ്, കൺസംഷൻ ആൻഡ് സേവിങ് ആർ ഡൺ ബൈ ദി കൺസ്യൂമേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആർ ഡൺ ബൈ ദ എന്റർപ്രണേഴ്സ്. Consumers saving among other factors.
അതായത് ഇപ്പോ നമ്മളിവിടെ പറഞ്ഞു എന്ത്, നമ്മളിപ്പോ സേവിങ്ങിന് എത്ര വേണം, കൺസംഷൻ എത്ര വേണം, ഇൻവെസ്റ്റ്മെന്റിന് എത്ര വേണം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യാറുണ്ട് അല്ലെ. അതേപോലെ തന്നെ കൺസംഷൻ സേവിങ് എന്ന് പറയുന്നത് ആരാണ്? കൺസംഷനും സേവിങ്ങും ആരാ ചെയ്യുന്നത്? കൺസ്യൂമർ ആണ് അല്ലെ. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത് ആരാണ്? എന്റർപ്രണേഴ്സും. ഓക്കെ, അപ്പൊ സേവിങ് എന്ന് പറയുന്നതും കൺസംഷൻ എന്ന് പറയുന്നതും ഒരു കൺസ്യൂമേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്റർപ്രണേഴ്സിന്റെ ഭാഗത്ത് നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഓക്കെ, കൺസ്യൂമർ സേവിങ് എമംഗ് അതർ ഫാക്ടേഴ്സ്. ഇവിടെ കൺസ്യൂമർ എന്ത് ചെയ്യാണ്? കൺസ്യൂമർ എന്താ ചെയ്യണത്? കൺസ്യൂമേഴ്സ് സേവിങ് എമംഗ് അതർ ഫാക്ടേഴ്സ്. അതായത് കൺസ്യൂമേഴ്സിന്റെ പർച്ചേസിങ് കഴിഞ്ഞ ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യും? കൺസ്യൂമേഴ്സ് സേവ് ചെയ്യും. ഓക്കെ, സേവ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും സേവ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും സേവ് ചെയ്യുന്നത്? ഇപ്പോ സേവ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പറയാം എന്ത്? ഗവേൺഡ് ബൈ ദ ഇൻട്രസ്റ്റ് പ്രിവെയിലിംഗ് ഇൻ ദി മാർക്കറ്റ്. ഓക്കെ, അപ്പൊ സേവിങ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിലും, സേവിങ് ആണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ, അതേപോലെ കൺസംഷൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിസൈഡിങ് അബൌട്ട് സേവിങ്, കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയവ. ഓക്കെ, ഇപ്പോ നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലെ സെൻട്രൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അതായത് എക്കോണമിയിൽ പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്ന, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആണ് പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈയും ആണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ രണ്ടാമത് പറഞ്ഞത് ഡിസൈഡിങ് വാട്ട് ടു പ്രൊഡ്യൂസ്. അതായത് ഇവിടെ വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളതിന് ഡിസൈഡിങ് എന്ത് ചെയ്യുന്നത് ആരാണ്? ഇവിടെ ബയേഴ്സ് ആണ് അല്ലെ. അതായത് ഒരു എന്റർപ്രണറിന്റെ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് എന്ത് തരത്തിലുള്ള പ്രിഫറൻസ് ആണ്, ഇപ്പൊ സാധനങ്ങൾ ഗുഡ്സ് സ്പെൻഡ് ചെയ്യുന്നതിൽ എങ്ങനെയുള്ള പ്രിഫറൻസ് ആണ് അവർ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും നോക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ മൂന്നാമത്തത് നമ്മൾ പറഞ്ഞത് ഡിസൈഡിങ് ഹൗ ടു പ്രൊഡ്യൂസ്. അതായത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത് അല്ലെ. എങ്ങനെ ഉൽപ്പാദിപ്പിക്കേണ്ടത്? അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ പ്രൈസ് നമ്മൾ നോക്കിയിട്ടാണ്. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ലേബർ ആണെന്നുണ്ടെങ്കിൽ ലേബറിനെ വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ലേബർ കോസ്റ്റ് നോക്കുക. അല്ലെങ്കിൽ മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ മെഷീൻസിന്റെ റേറ്റ് നോക്കുക. അപ്പൊ പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതിന് നമ്മൾ തീരുമാനം എടുക്കുന്നത്. പിന്നെ ആർക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഡിസൈഡിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ബൈയിങ് കപ്പാസിറ്റി അനുസരിച്ചിട്ടായിരിക്കും അല്ലെ. അതായത് ബൈയിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ഹയർ ഇൻകം ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? ഹയർ ആയിട്ടുള്ള ബൈയിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതായത് കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ വാങ്ങാനുള്ള കപ്പാസിറ്റി ഹയർ ഇൻകം കിട്ടുന്ന ഒരാൾക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ലോവർ ഇൻകം കിട്ടുന്ന ആളാണെന്നുണ്ടെങ്കിലോ അവർക്ക് ലോവർ കപ്പാസിറ്റി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ പറയുന്നത് ഡിസൈഡിങ് അബൌട്ട് സേവിങ്, കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ സേവിങ്, കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മൂന്നും കണക്റ്റഡ് പോലെ തന്നെയാണ്. അതിൽ കൺസംഷൻ സേവിങ് എന്ന് പറയുന്നത് ചെയ്യുന്നത് കൺസ്യൂമറും, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്റർപ്രണറും ആണ് എന്ത് ചെയ്യുന്നത്? ചെയ്യുന്നത്. ഓക്കെ, കൺസ്യൂമേഴ്സിന്റെ സേവിങ്സും മറ്റ് ഫാക്ടേഴ്സും ഒക്കെ എന്താണ്? ഗവേൺഡ് ബൈ ഇൻട്രസ്റ്റ് പ്രിവെയിലിംഗ് ഇൻ ദി മാർക്കറ്റ്. മാർക്കറ്റിൽ തന്നെ അത് എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയുടെ മെറിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയുടെ മെറിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ നോക്കാം. ഇറ്റ് ഈസ് സെൽഫ് റെഗുലേറ്റിംഗ് ആൻഡ് വർക്ക്സ് ഓട്ടോമാറ്റിക്കലി ത്രൂ പ്രൈസ് മെക്കാനിസം. അതായത് ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് സെൽഫ് അല്ലെ. അതായത് സ്വന്തമായിട്ടാണ് എന്ത്? റെഗുലേറ്റിംഗ് ആൻഡ് വർക്ക് ഓട്ടോമാറ്റിക്കലി ത്രൂ പ്രൈസ് മെക്കാനിസം. പ്രൈസ് മെക്കാനിസത്തിലൂടെ വർക്ക് ഓട്ടോമാറ്റിക്കലി ആയി റെഗുലേറ്റ് ആയിട്ടും ഒക്കെ ചെയ്യുന്നത് സ്വന്തമായിട്ടാണ്.
അതായത് ഇപ്പൊ നമുക്കറിയാം പ്രൈസ് മെക്കാനിസം എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോ മാർക്കറ്റിൽ തന്നെയുള്ള ഡിമാൻഡ് സപ്ലൈ എന്ന് പറയുന്ന രണ്ട് ഫോഴ്സസ് കൂടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, എക്കണോമിയിലെ മാർക്കറ്റിലെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ പ്രൈസ് മെക്കാനിസത്തിലൂടെ എന്താണ്, ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും വരുന്നത്. അല്ലാതെ ആരും നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി ഒന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ വരുന്നില്ല. ഓക്കെ, പിന്നെയോ due to the driving force of profit, there is a greater efficiency and incentive to work. അതായത് ഇവിടെ പ്രോഫിറ്റിന്റെ എന്താ പറയാ, ഏതൊരു ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി ആണെന്നുണ്ടെങ്കിലും അവരുടെ പ്രധാനപ്പെട്ട മെറിറ്റ് എന്ത് തന്നെയായിരിക്കും, പ്രോഫിറ്റിനാണ് ഇവിടെ പ്രാധാന്യം, അല്ലെ? പ്രോഫിറ്റിനും അതേപോലെ തന്നെ ഗ്രേറ്റർ എഫിഷ്യൻസി, പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാകുന്നു, അതേപോലെ തന്നെ ഗ്രേറ്റർ എഫിഷ്യൻസി ഉണ്ടാകുന്നു, ഇൻസെന്റീവ് ടു വർക്ക്. അപ്പൊ കൂടുതൽ പ്രോഫിറ്റും എഫിഷ്യൻസിയും കൂടുതലായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വർക്കേഴ്സിന് എന്ത് കൊടുക്കും, ഇൻസെന്റീവ്സ് കൊടുക്കും. കാരണം അവര് നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എഫിഷ്യൻസിക്കും അവരുടെ കാര്യങ്ങൾക്കും ഒക്കെ എതിരായി എന്ത് ചെയ്യും, ഒരു ഇൻസെന്റീവ് കൊടുക്കും, അല്ലെ? അതായത് ഇത്ര സെയിൽ നടത്തിയാൽ നിങ്ങൾക്ക് ഇത്ര വരുമാനം തരാം, അല്ലെങ്കിൽ ഇത്ര പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര വരുമാനം തരാം, അല്ലെ? അതായത് അവരുടെ ഗ്രേറ്റർ എഫിഷ്യൻസിയും പ്രോഫിറ്റ് മോട്ടീവും ആയിട്ട് മുന്നിട്ട് വരുമ്പോ അവിടെ വർക്കേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, ഇൻസെന്റീവ്സ് കൊടുക്കേണ്ടി വരും, അല്ലെ? അതെല്ലാം ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയുടെ ഒരു പ്രധാനപ്പെട്ട മെറിറ്റ് ആണ്. ഓക്കെ, ഇനി the process of economic growth is faster as investors try to invest in projects which are economically feasible. അതായത് ഇവിടെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെയധികം ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, പുതിയ പുതിയ പ്രൊജക്റ്റുകളിലൊക്കെ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോ എന്താണ്, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെയധികം ഫാസ്റ്റ് ആക്കാൻ ഇൻവെസ്റ്റേഴ്സിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അതും ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഒരു പ്രധാനപ്പെട്ട മെറിറ്റ് ആണ്. ഇനി വരുന്നതോ, resources are used are most productive as they result in optimum allocation of the available productive resources of the economy. അതായത് ഇവിടെ റിസോഴ്സുകളെല്ലാം തന്നെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രൊഡക്റ്റീവ് ആയിട്ടാണ്. കാരണം എന്താ, എല്ലാം വളരെ എഫക്റ്റീവ് ആയിട്ട് ഇവിടെ റിസോഴ്സുകളെല്ലാം നല്ല മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുമ്പോൾ ദേ റിസൾട്ട് ഇൻ ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് അവൈലബിൾ പ്രൊഡക്റ്റീവ് റിസോഴ്സ് ഓഫ് ദി എക്കോണമി. അതായത് എക്കോണമിയിലെ പ്രൊഡക്റ്റീവ് റിസോഴ്സുകൾ, അതായത് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് റിസോഴ്സുകൾ നമ്മൾ മാക്സിമം നന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക, മോസ്റ്റ് പ്രൊഡക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിസോഴ്സുകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, അല്ലെ? അതായത് നമ്മൾ ഒന്നുപോലും വേസ്റ്റ് ചെയ്യാതെ, ഒന്നുപോലും പാഴാക്കാതെ നമ്മൾ മാക്സിമം ഒരു റിസോഴ്സിനെ നമ്മൾ എത്രത്തോളം മാക്സിമം പ്രൊഡക്റ്റീവ് റിസോഴ്സ് ആക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, എല്ലാ റിസോഴ്സുകളും വളരെ പ്രൊഡക്റ്റീവ് ആയിരിക്കും, വളരെ ഉത്പാദനക്ഷമത കൂടിയതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിസൾട്ട് ഇൻ ഹൈ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റീവ് എഫിഷ്യൻസി. അതായത് ഇവിടെ എന്താണ്, വലിയ രീതിയിലുള്ള എഫിഷ്യൻസി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കറിയാം, അല്ലെ, പ്രൈവറ്റേഴ്സിനാണ് ഇമ്പോർട്ടന്റ്, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പ്രൈവറ്റേഴ്സ് ആണ്. അതേപോലെ തന്നെ പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രൈസുകളെല്ലാം ഫിക്സ് ചെയ്യുന്നത്. ഗ്രേറ്റർ എഫിഷ്യൻസി, പ്രോഫിറ്റ് കൂടുമ്പോൾ പ്രോഫിറ്റ് കൂട്ടാനും അതേപോലെ തന്നെ ഗ്രേറ്റർ എഫിഷ്യൻസി ഒക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടും ഇൻസെന്റീവ് വർക്കേഴ്സിന് ഇൻസെന്റീവ്സ് പോലെയുള്ള ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കും. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലെ? അതേപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് റിസോഴ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് എന്താണ്, മോസ്റ്റ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിസോഴ്സ് ഉണ്ടാക്കിയെടുക്കാനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും റിസൾട്ട് ഉണ്ടാവുക, ഹൈ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റീവ് എഫിഷ്യൻസി, അല്ലെ? അതായത് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഉയർന്ന രീതിയിലുള്ള ഒരു എന്താ പറയാ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് മിനിമൈസ്ഡ് ആസ് കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് പ്രൊഡക്ഷൻ ആർ എംപ്ലോയിഡ്. അതേപോലെ തന്നെ ഏതൊരു സ്ഥാപനമാണെന്നുണ്ടെങ്കിലും ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡക്ഷന് വരുന്ന കോസ്റ്റ് മിനിമൈസ് ചെയ്യുക,
അല്ലെ? അതായത് ചെലവ് കുറയ്ക്കുക എന്നുള്ളതായിരിക്കും. ഒരു ഉൽപാദനത്തിന്റെ കോസ്റ്റ് എന്ത് ചെയ്യണം, ചെലവ് എന്ത് ചെയ്യണം, കുറയ്ക്കുക എന്നുള്ളതായിരിക്കും ഏതൊരു സ്ഥാപനത്തിന്റെയും ലക്ഷ്യം. ചെലവ് കുറച്ചിട്ട് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു സ്ഥാപനത്തിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് മിനിമൈസ്ഡ് ആസ് കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ആർ എംപ്ലോയിഡ്. ഓക്കെ, അതായത് ഇവിടെ എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മിനിമൈസ് ചെയ്യുക, പിന്നെയോ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള, അതായത് കോസ്റ്റ് കുറഞ്ഞ തരത്തിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡുകൾ എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. ഓക്കെ, അതായത് ഇപ്പോ എന്താ പറയാ, ഇപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ പ്രൊഡക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെലവ് വരുന്നത് ലേബേഴ്സിനാണ്, അല്ലെ? അപ്പോ സാധാരണയായിട്ട് ബിസിനസ് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും, ഇപ്പോ ഒരു സ്ഥിരം ഒരാളാണ്, ഒരു സ്ഥിരം ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യണം, നമ്മള് ക്യാഷ് അല്ലെ, അവരുടെ സാലറി എന്ന് പറയണത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കൂട്ടിക്കൊണ്ടു കൊടുക്കണം, അല്ലെ? അതായത് സാലറി നമ്മൾ കൂട്ടിക്കൊടുക്കേണ്ടി വരും. ഓക്കെ, നേരെ മറിച്ച് അവിടെ നിന്ന് പരിചയമുള്ള ഒരാൾക്ക് എന്താണ്, മാക്സിമം പൈസ കൊടുക്കണം. കൂടാതെ നമ്മൾ അതേ സ്ഥാനത്തേക്ക് ഇപ്പൊ അയാളെ മാറ്റിയിട്ട് നമ്മൾ അയാളുടെ അതേ സ്ഥാനത്തേക്ക് നമ്മൾ വേറൊരാളെ സെലക്ട് ചെയ്തു എന്ന് വെച്ചു, ഒരു പുതിയ ഒരാളെ നമ്മൾ നിയമിച്ചു. ആ ആളിന് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ആ പഴയ ആൾക്ക് കൊടുക്കുന്ന അത്രയും കോസ്റ്റ് വരില്ല. കാരണം അയാൾക്ക് അത്രയും കോസ്റ്റ് വരാനുള്ള കാരണം എന്താ, അയാൾ ആ സ്ഥാപനത്തിൽ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞു, അല്ലെ? അപ്പൊ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തും ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ്പീരിയൻസ് ഉള്ള ആളിന് കൊടുക്കുന്ന അത്രയും സാലറിയും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെ? അപ്പൊ ബിസിനസ് സ്ഥാപനങ്ങൾ ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒന്നാണ് എന്ത്, ലേബേഴ്സിനെ പഴയ ലേബേഴ്സിനെ പറഞ്ഞു വിടുക, പുതിയ ലേബേഴ്സിനെ എടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ കുറയ്ക്കാൻ പറ്റും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ചു കഴിഞ്ഞാല് അവിടെ എന്താണ്, നമുക്ക് ലാഭം കൂട്ടാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനുള്ള മറ്റൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് റോ മെറ്റീരിയൽസ്, നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അസംസ്കൃത പദാർത്ഥങ്ങൾ വേണം എന്നറിയാലോ, അല്ലെ? അപ്പൊ ഈ അസംസ്കൃത പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുക, നമ്മള് ആവശ്യത്തിന് വാങ്ങുന്നതിന് പകരം ഒന്നിച്ച് ബൾക്കായിട്ട് എന്ത് ചെയ്യുക, വാങ്ങിക്കൊടന്നിടുക, അല്ലെ? അപ്പൊ ബൾക്കായിട്ട് വാങ്ങുന്നതും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുന്നതും തമ്മിൽ എന്തുണ്ടായിരിക്കും, വിലയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ ബൾക്കായിട്ട് വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വില കുറച്ച് കിട്ടും, അല്ലെ? നേരെ മറിച്ച് നമ്മള് എന്താണ് കുറച്ചൊക്കെ ആയിട്ടാണ് വാങ്ങുന്നത് വെച്ചാലോ അവിടെ കോസ്റ്റ് കൂടുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റും. പിന്നെ benefits of competition to consumer as it bring large variety of product that are qualitative in nature and reasonable price. അതായത് ഒരു കൺസ്യൂമറിന്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതായത് പ്രൊഡക്റ്റുകൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാവണം, അല്ലെ? വലിയ രീതിയിൽ പ്രൊഡക്റ്റുകൾ എല്ലാം വെറൈറ്റി ആയിട്ടിരിക്കണം. അതാണ് കൺസ്യൂമേഴ്സിന്റെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? കൺസ്യൂമേഴ്സിന് എന്നും ഒരേപോലെയുള്ള പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത് വെച്ചാൽ അവർക്ക് വേണ്ട, അല്ലെ? എന്നാൽ ഈ ഉപയോഗിക്കുന്ന സാധനം ഒന്ന് തന്നെ ആയിക്കോട്ടെ, പക്ഷെ അതിന്റെ വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് ആണ് അവരെന്ത് ചെയ്യുന്നത്, ഒരു കൺസ്യൂമർ ഉദ്ദേശിക്കുന്നത്, അല്ലെ? അതേപോലെ തന്നെ അത് എങ്ങനെയായിരിക്കണം, ക്വാളിറ്റി ഉണ്ടായിരിക്കണം, റീസണബിൾ പ്രൈസ് ആയിരിക്കണം, അല്ലെ? അപ്പൊ എങ്ങനെയൊക്കെയാണ്, വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് ആയിരിക്കണം, അത് ക്വാളിറ്റി ഉണ്ടായിരിക്കണം, റീസണബിൾ പ്രൈസ് ആയിരിക്കണം, അല്ലെ? ഇതാണ് ഇവിടെ കൺസ്യൂമറിന്റെ മത്സരം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ മത്സരം എന്ന് പറയുന്നതിന്റെ ബെനഫിറ്റ്, കോമ്പറ്റീഷൻ ടു കൺസ്യൂമേഴ്സിന്റെ മത്സരത്തിന്റെ ബെനഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാവും, ക്വാളിറ്റേറ്റീവ് നാച്ചുറൽ ആയിരിക്കും, റീസണബിൾ പ്രൈസിനും ആയിരിക്കും പോകുന്നത്. ഓക്കെ, ഇനി 8th വൺ പറയുന്നത് ക്യാപിറ്റലിസം ഓഫേഴ്സ് ഇൻസെന്റീവ് ഫോർ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. അതേപോലെ തന്നെ ക്യാപിറ്റലിസം എപ്പോഴും ഓഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്,
ഇൻസെന്റീവ്സ് കൊടുക്കുക എന്നുള്ളത് അല്ലെ. അതായത് ടെക്നോളജിക്കൽ പ്രോഗ്രസിന് വേണ്ടിയിട്ടും ഇന്നോവേഷൻസ് കണ്ടെത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇൻസെന്റീവ്സ് കൊടുക്കുന്നത് ക്യാപിറ്റലിസത്തിൽ മാത്രമാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇറ്റ് എൻകറേജസ് എന്റർപ്രൈസസ് ആൻഡ് റിസ്ക് ടേക്കിംഗ് ആൻഡ് ലീഡ്സ് ടു എന്റർപ്രണറിയൽ ക്ലാസ് വില്ലിംഗ് ടു ടേക്ക് റിസ്ക്. അതേപോലെ തന്നെ എന്റർപ്രൈസുകൾ എല്ലാം തന്നെ എൻകറേജ് ചെയ്യും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് എന്റർപ്രൈസ് എൻകറേജ് ചെയ്യുന്നത്? ക്യാപിറ്റലിസം എന്ന് പറയുന്നത് എങ്ങനെയാണ് എൻകറേജ് ചെയ്യുന്നത്? അതായത് റിസ്ക് ടേക്ക് ആണ്. ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു റിസ്ക് ടേക്കിംഗ് ആണ് അല്ലെ. എന്താണ്, ചിലർക്ക് ബിസിനസ് നന്നായിട്ട് പോകും, ചിലർക്ക് ബിസിനസ് പോകുന്നില്ല അല്ലെ. എല്ലാ ബിസിനസ് തുടങ്ങുന്ന എല്ലാ ആളുകളും വിജയിക്കണം എന്നൊന്നും ഇല്ലല്ലോ അല്ലെ. അപ്പൊ അതായത് റിസ്ക് ടേക്കിംഗ് പ്രോസസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഓരോ എന്റർപ്രൈസും ഇവിടെ എടുക്കുന്നത്. അതേപോലെ തന്നെ ലീഡ്സ് ടു എന്റർപ്രണറിയൽ ക്ലാസ് വില്ലിംഗ് ടു ടേക്ക് റിസ്ക് അല്ലെ. അതേപോലെ തന്നെ എന്റർപ്രണേഴ്സിന് എന്താണ്, അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതിനും എന്തുണ്ടായിരിക്കും, റിസ്ക് ഉണ്ടായിരിക്കും. ഇതെല്ലാം നടക്കുന്നത് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, ക്യാപിറ്റലിസത്തിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതേപോലെ തന്നെ ലാസ്റ്റ് വൺ, പ്രിസർവ് ഫണ്ടമെന്റൽ റൈറ്റ് സച്ച് ആസ് റൈറ്റ് ടു ഫ്രീഡം ആൻഡ് റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി. അതായത് ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെ, ഫണ്ടമെന്റൽ റൈറ്റ് അതായത് മനുഷ്യന്റെ അവകാശങ്ങൾ പ്രിസർവ് ചെയ്യാനും അതേപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതേപോലെ തന്നെ എന്താണ് റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലെ. അതായത് എന്താണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി സ്വന്തമായിട്ട് വെക്കാനുള്ള അവകാശം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ക്യാപിറ്റലിസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് 10 അല്ലെ, 10 മെറിറ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിന്റെ ഡീമെറിറ്റ് എന്തൊക്കെയാണ്. ഇപ്പൊ എന്ത് സംഭവം ഉണ്ടായാലും അതിന് 2 വശങ്ങൾ ഉണ്ടാവും നമുക്കറിയാലോ അല്ലെ. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് എന്ത്, ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്ന പോലെയാണ് അല്ലെ. അതേപോലെ എന്താണ്, ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിക്കും എന്തുണ്ട്, 2 വശങ്ങളുണ്ട്. അതായത് മെറിറ്റ്സും ഉണ്ട്, നല്ല വശങ്ങളും ഉണ്ട്, ഡീമെറിറ്റ്സ് ചീത്ത വശങ്ങളും കാണാൻ കഴിയും. എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇറ്റ് ക്രിയേറ്റ് എക്കോണമിക് ഇനീക്വാലിറ്റി ആൻഡ് സോഷ്യൽ ഇൻജസ്റ്റിസ്. അതായത് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്, സാമ്പത്തിക അസമത്വങ്ങളും സാമൂഹിക അനീതിയുമാണ് എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെയാണ് എക്കണോമിക് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതായത് ഇപ്പൊ ബിസിനസ്സുകാര് പണം ഇങ്ങനെ വാരിക്കൂട്ടുന്നു, അവര് പണക്കാരായി കൊണ്ടേയിരിക്കുന്നു അല്ലെ. തൊഴിലാളികൾ എന്ന് പറയുന്നവര് പണിയെടുക്കുന്നു, സാലറി കിട്ടുന്നു, അവരെപ്പോഴും ആ ഒരു ലെവലിൽ തന്നെ ജീവിക്കുന്നു അല്ലെ. അപ്പൊ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ എന്താണ്, ഇൻകം ബേസിൽ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് രൂപപ്പെടും. കാരണം എല്ലാവർക്കും ഒരേപോലെ ഇപ്പൊ പണമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് വാങ്ങും, പർച്ചേസ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെ. അത് നന്നായിട്ട് ആഘോഷിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ പല ആളുകൾക്കും ഇന്ന് എന്താണ്, അന്നത്തെ വക എത്തിക്കാൻ തന്നെ പെടാപ്പാട് പെടുന്നവരായിരിക്കും അല്ലെ. അതായത് എക്കണോമിക് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്, കൂടുതലായിട്ട് വരികയാണ്. അല്ലാതെ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് കാണാൻ കഴിയില്ല അല്ലെ. സാമൂഹിക നീതി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയില്ല, സാമൂഹിക അനീതി മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് അണ്ടർ ഇറ്റ് ദർ ഈസ് പ്രസിഡൻസ് ഓഫ് പ്രോപ്പർട്ടി റൈറ്റ്സ് ഓവർ ഹ്യൂമൻ റൈറ്റ്സ്. അതായത് ഇവിടെ എന്താണ്, പ്രോപ്പർട്ടി റൈറ്റ്സ് ഓവർ ഹ്യൂമൻ റൈറ്റ്സ്. ഇവിടെ മനുഷ്യന്റെ അവകാശങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം പ്രോപ്പർട്ടി റൈറ്റ്സിനാണ്. കാരണം മനുഷ്യന്റെ ആവശ്യങ്ങളും അല്ലെങ്കിൽ മനുഷ്യന്റെ അവകാശത്തെക്കാൾ കൂടുതൽ ഇവിടെ പ്രോപ്പർട്ടി റൈറ്റ്സിനാണ് എന്ത് കൊടുക്കുന്നത്, പ്രസിഡൻസ് കൊടുക്കുന്നത്. ഓക്കെ, കാരണം എന്താ, ഇവിടെ മനുഷ്യന്റെ അവകാശങ്ങൾക്ക് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലെല്ലാം പ്രൊഡക്ഷൻ, പ്രോഫിറ്റ് അല്ലെ, ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് എന്തുള്ളത്, പ്രാധാന്യമുള്ളത്. അല്ലാതെ മനുഷ്യന് ഫുഡ് കഴിക്കാനുണ്ടോ, അവർക്ക് ഇത് വാങ്ങാൻ പറ്റുമോ, ഇത്ര വില കൂട്ടി അങ്ങനെ ആക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ചിന്തകൾ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, പ്രോപ്പർട്ടി റൈറ്റ്സിന് മാത്രമാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. പിന്നെയോ ഇറ്റ് ഇഗ്നോർ ഹ്യൂമൻ വെൽഫെയർ ആസ് അണ്ടർ ദിസ് സിസ്റ്റം ദ എയിം ഓഫ് പ്രോഫിറ്റ് ഏർണിംഗ് ആൻഡ് നോട്ട് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ.
ഇപ്പൊ ഡീമെറിറ്റ് ആയിട്ട് പറയുമ്പോൾ അതിൽ ആദ്യത്തെ ഒരു കാര്യം തന്നെയാണ് എന്ത്, ഈ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയിൽ ഒരിക്കലും എന്ത് നോക്കില്ല, ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്നത് നോക്കുകയില്ല അല്ലെ. അത് നമ്മൾ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സിസ്റ്റത്തിലെ ആകെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്, പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അല്ലാതെ എന്താണ്, മനുഷ്യരുടെ ക്ഷേമം എന്ന് പറയുന്നത് ഇവിടെ ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നാലാമത്തെ വരുന്നത്, ഇറ്റ് ലീഡ് ടു വൈഡ് ഡിഫറൻസസ് ഇൻ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പെർപെച്വേറ്റ്സ് അൺഫെയർനെസ് ഇൻ സൊസൈറ്റി. അതായത് എന്താണ്, ഇവിടെ എക്കണോമിക് ഓപ്പർച്യൂണിറ്റിയും എക്കണോമിക് ഓപ്പർച്യൂണിറ്റിയിൽ വളരെ വലിയ ഡിഫറൻസ് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. കാരണം എന്താ, എല്ലാവർക്കും എന്താണ്, എല്ലാവർക്കും ഒരേപോലെ ജോലി കൊടുക്കാനോ അതേപോലെ തന്നെ എല്ലാവർക്കും ഒരേപോലെ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനോ ഇന്ന് എന്ത് ചെയ്യില്ല, നമുക്ക് സാധ്യമാകുന്നില്ല അല്ലെ. അതേപോലെ തന്നെ സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിലോ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. കാരണം ഒരേപോലെയുള്ള ആളുകളല്ല, എക്കണോമിക് ഇനീക്വാളിറ്റി ആണ്, സോഷ്യൽ ഇൻജസ്റ്റിസ് ആണ് കാണിക്കുന്നത് അല്ലെ. അതേപോലെ തന്നെ ഹ്യൂമൻ വെൽഫെയറിനെ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതെല്ലാം ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഡീമറിസ്റ്റ് ആയിട്ട് വരും. ഇപ്പോ ഇനി അടുത്ത പോയിന്റ് പറയുന്നത് ഡ്യൂ ടു ഇൻകം ഇനീക്വാളിറ്റി. അതായത് ഇൻകം, വരുമാനത്തിന്റെ കാര്യത്തിലും ഇതേപോലെ തന്നെയാണ് എന്ത്, ഇനീക്വാളിറ്റി തന്നെയാണ് കാണിക്കുന്നത് അല്ലെ. അതായത് ഡിമാൻഡ് പാറ്റേൺ ഈസ് നോട്ട് ദ റിയൽ നീഡ്സ് ഓഫ് സൊസൈറ്റി. അതായത് ഇവിടെ ഇൻകം ഇനീക്വാളിറ്റി, അതായത് പണത്തിന്റെ എന്താ പറയുക കാര്യത്തിലും നമ്മളുടെ എക്കണോമിയിൽ എല്ലാവരും ഒരേപോലെയാണോ? അല്ലല്ലോ. അതായത് എക്കണോമിയിൽ പണം ഉള്ളവരുണ്ട്, പണം ഇല്ലാത്തവരുണ്ട് അല്ലെ. പണം ഉള്ളവര് കൂടുതൽ പർച്ചേസിങ് പവർ, അവർക്ക് കപ്പാസിറ്റി കൂടുതലായിരിക്കും അല്ലെ. അതേപോലെ തന്നെ ഇൻകം കുറവുള്ളവർ എങ്ങനെയാണ്, പർച്ചേസിങ് കപ്പാസിറ്റി വളരെയധികം കുറവുള്ളതായിരിക്കും അല്ലെ. അവിടെ ദ ഡിമാൻഡ് പാറ്റേൺ ഈസ് നോട്ട് ദ റിയൽ നീഡ്സ് ഓഫ് സൊസൈറ്റി അല്ലെ. അതായത് ഡിമാൻഡ് പാറ്റേൺ ഈസ് നോട്ട് റിയൽ. അതായത് ഇവിടെ ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു റിയൽ പാറ്റേൺ അല്ല അല്ലെ. അതായത് സൊസൈറ്റിയുടെ ആവശ്യം എന്താണോ, എന്ത്, സൊസൈറ്റിയുടെ നീഡ്സ്, റിയൽ ആയിട്ടുള്ള നീഡ്സ് നോക്കിയിട്ടൊന്നും അല്ല ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് പാറ്റേൺ എന്ന് പറയുന്നത്. കാരണം ഡിമാൻഡ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ, സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴാണ്. സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് ഹയർ ഇൻകം ഉള്ള ആളുകൾക്ക് കൂടുതലായിട്ടും കിട്ടും അല്ലെ. അപ്പൊ അത് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ എങ്ങനെയാണ്, ഇനീക്വാളിറ്റി ആണ് കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി വരുന്നത് exploitation of labor is common under capitalism under leading to frequent strike and lockouts. ഇപ്പോ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയിലാണെന്നുണ്ടെങ്കിൽ ലേബറിനെ നമ്മൾ മാക്സിമം നമ്മൾ ചൂഷണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിസത്തില് എന്തുണ്ടായിരിക്കും, അതായത് ലേബറിനെ നമ്മളിപ്പോ കോമൺ ആയിട്ടുള്ള ലേബറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മാക്സിമം എന്താ പറയാ, ചൂഷണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിസത്തിൽ എന്ത് ചെയ്യും, സ്ട്രൈക്കുകളും ലോക്കൗട്ട്സുകളും ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായോ? കാരണം അവരെ ലേബേഴ്സിനെ ചൂഷണം ചെയ്യുന്ന പ്രവർത്തനമായിരിക്കും അധികവും ക്യാപിറ്റലിസത്തിൽ ഉണ്ടാവുക അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ സ്ട്രൈക്ക്, ലോക്കൗട്ട് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനിയോ എക്സസീവ് കോമ്പറ്റീഷൻ അല്ലെ. അതായത് വലിയ തോതിലുള്ള മത്സരങ്ങൾ ഉണ്ടാവും. പ്രോഫിറ്റ് മോട്ടീവ് വർക്സ് അഗെയിൻസ്റ്റ് കൺസ്യൂമർ വെൽഫെയർ. ഒരു കൺസ്യൂമറിന്റെ ക്ഷേമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇവിടെ ചെയ്യുക. പ്രോഫിറ്റ് മോട്ടീവും എക്സസീവ് ആയിട്ടുള്ള വലിയ രീതിയിലുള്ള മത്സരങ്ങളും ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. മിസ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആസ് റിസോഴ്സസ് വിൽ മൂവ് ടു പ്രൊഡക്ഷൻ ഓഫ് ലക്ഷറി ഗുഡ്സ് അല്ലെ. അതായത് ചില റിസോഴ്സുകൾ എന്ത് ചെയ്യും, മിസ് അലോക്കേഷൻ ചെയ്യും. അതായത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ നമ്മൾ വിട്ടുകളയും അല്ലെ. അതായത് പ്രൊഡക്ഷൻ ഓഫ് ലക്ഷറി, അതായത് നമ്മൾ വേണ്ടിയും വെറുതെയും നമ്മൾ ലക്ഷറി ഗുഡ്സ് ഇങ്ങനെ വാങ്ങിയിടുകയാണെന്ന് വെച്ചോളൂ അല്ലെ. അതായത് നമുക്ക് കൂടുതൽ ലാഭമുണ്ട്, ആ ലാഭം കൂടുതലായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ലക്ഷറി ഗുഡ്സുകളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, കൂട്ടുകയാണെന്ന് വെച്ചോളൂ. ഓക്കെ, അപ്പൊ അവിടെ എന്തായിരിക്കും, റിസോഴ്സ് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, വിനിയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, കാരണം എന്താ,
പ്രോഫിറ്റ് മോട്ടീവ് ആണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. ആ ലക്ഷ്യം നിലനിൽക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാണ് ഇവിടെ അലോക്കേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. ഓക്കെ, ഇനി 9ാമത്തെ പറയുന്നത് ലെസ് ഓഫ് മെറിറ്റ് ഗുഡ്സ്. ഓക്കെ, അതായത് മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള ഗുഡ്സ് ഒക്കെ വളരെയധികം മെറിറ്റ് ലെസ് ആയിരിക്കും എന്നുള്ളതാണ് അല്ലെ. കാരണം എന്താ, ഹെൽത്ത് ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ എങ്ങനെയാണ്, മോർ ഓഫ് ഹാംഫുൾ ഗുഡ്സ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു മോട്ടീവ്, പ്രോഫിറ്റ് മോട്ടീവ് അല്ലെ. പ്രോഫിറ്റ് മോട്ടീവ് കൊണ്ടാണ് ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഹാംഫുൾ ആയിട്ടുള്ള കൂടുതൽ ഹാംഫുൾ ആയിട്ടുള്ള ഗുഡ്സുകൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മെറിറ്റ് ഗുഡ്സ് ആയിട്ടുള്ള ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനും ഒക്കെ എന്ത് ചെയ്യും, കുറഞ്ഞു വരും. അതിനൊന്നും അവിടെ പ്രാധാന്യം കുറവായിരിക്കും. ലാസ്റ്റത്തെ പറയുന്നത് ഇറ്റ് ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് മോണോപോളീസ് ആസ് ലാർജ് ഫേംസ് മേ ഡ്രൈവ് ഔട്ട് സ്മാൾ ഫേംസ് ബൈ ഫോൾ ആസ് ഫോർ ഫെയർ മീൻസ്. അതായത് ഇങ്ങനെ ഓരോന്നുണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയിൽ മോണോപോളി ഫോർമുലേഷൻ ഉണ്ടാവും. അതായത് കുത്തകകൾ ഉണ്ടാകും അല്ലെ. അതായത് ഒരാൾ മാത്രം, എല്ലാതും ഞാൻ മാത്രം എന്ന് പറയുന്ന ഒരു കുത്തക റോള് പല വലിയ ഫേമുകളും മോണോപോളി ടൈപ്പിലേക്ക് എന്ത് ചെയ്യും, പോവും അല്ലെ. അപ്പൊ മോണോപോളി ഫേംസ് മേ ഡ്രൈവ് ഔട്ട് സ്മാൾ ഫേംസ്. അപ്പൊ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക, കുത്തകയായിട്ടുള്ള വലിയ ഫേംസുകൾ എന്ത് ചെയ്യുന്നു, സ്മോൾ ഫേം ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡ്രൈവ് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം എന്താ, അവിടുത്തെ ഓരോ സിറ്റുവേഷൻ കൊണ്ട് ചിലപ്പോൾ എന്ത് സംഭവിക്കാം, മോണോപ്പൊളി ലാർജ് ഫേംസിന് നഷ്ടം സംഭവിക്കുകയോ അല്ലെങ്കിൽ നിർത്തി പോവുകയോ ചെയ്യും. അപ്പൊ നിർത്തി പോണതിനേക്കാളും നല്ലത് എന്താണ്, ചെറിയ ഫേമുകളായിട്ട് ഡ്രൈവ് ഔട്ട് ചെയ്ത് മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്താണ്, നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയുടെ ഡീമെറിറ്റ്സിൽ പറയുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇപ്പൊ ഇത്രയും പറഞ്ഞത്. അപ്പോ ഡീമെറിറ്റ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയും നമ്മൾ എന്താണ് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് 2ാമത്തെ എക്കണോമിയാണ്. ഓക്കെ.